ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പം അന്ന് കർത്താവിൻ്റെ വാക്ക് കിട്ടിയ സലാലയിൽ പോയതുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഈ ഒരു ഒരു ശുശ്രൂഷ എനിക്ക് ലഭിച്ചത്. ഞാൻ ആ സമയത്താണ് ഞാനെപ്പോഴും പറയാറുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ടീച്ചറാണ് മോളി ടീച്ചറിൻ്റെ മോന് ഷിക്കൻ എന്ന ഐപാഡൊക്കെ ഇറങ്ങിയ സമയം അദ്ദേഹം ഷിക്കൻ എന്ന ആപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഒരു പ്രാവശ്യം ഗിഫ്റ്റ് ചെയ്തു, ഒരു ആപ്പിൾ ഐപാഡ് ഗിഫ്റ്റ് ചെയ്തു. ഞാൻ ചോദിച്ചു തന്നാൽ അന്ന് എൻ്റെ ഫ്രണ്ടുണ്ട് പ്രവീൺ, അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂരിലാണ്. പ്രവീണാണ് ടിപ്സ് ഓഫ് ട്രൂത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ തന്നതും പ്രവീണിൽ കൂടെ കഥ സംസാരിച്ചു. പ്രവീണായിരുന്നു ആദ്യകാലത്ത് ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ പ്രവീണ് ഈ ഐപാഡിൽ എനിക്ക് 3-4 ബൈബിൾ ഡൗൺലോഡ് ചെയ്തു. എനിക്കത് ഒരു പുതിയ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ സലാലയങ്ങൾ ചെല്ലുമ്പോൾ എനിക്ക് ഈ വചനത്തിനങ്ങ് ഭയങ്കര ആഗ്രഹമായി. വചനം വായിക്കണം, അത് ധ്യാനിക്കണം, അതിൻ്റെ റിവലേഷൻസ് കിട്ടണം. എന്താണെന്നല്ലേ, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോലെ ഞാൻ ഇതും എടുത്തോണ്ട് എഴുന്നേൽക്കുന്നത്. കോഫി കുടിക്കും, ഞാൻ ഇതുമായിട്ടോണ്ടിരിക്കും. ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉച്ച വരെയൊക്കെ ഇതുമായിട്ട് കണ്ടിന്യൂസ്. ഉച്ചയ്ക്ക് കിടന്നുറങ്ങും, വൈകിട്ടൊരു 4:30 ആകുമ്പോൾ എഴുന്നേൽക്കും, 7 മണി 8 മണി വരെ വീണ്ടും വചനമായിട്ടിരിക്കും. അതിനുശേഷം നമ്മൾ പുറത്തോട്ട് പോകുന്നത്. വിറ്റാഭാവം അതെല്ലാം സഹിച്ച് ഇരിക്കുന്നു. കാരണം എൻ്റെ ഏറ്റവും വലിയ പാഷനായി ദൈവവചനം വായിക്കുക. ദൈവവചനത്തിന് പരിശുദ്ധാത്മാവ് ഓരോ റെവലേഷൻസ് തരാൻ, പരിശുദ്ധാത്മാവ് നല്ല എക്സാമ്പിൾസ് തരാൻ കഴിയും. ആ എക്സാമ്പിൾസൊക്കെ ഞാൻ പല എപ്പിസോഡ്സ് ആദ്യകാലത്തൊക്കെ ഇപ്പം ഞാൻ പറയാത്ത ഒത്തിരി എക്സാമ്പിൾസ് പറയാത്തതിന് ഇപ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വലി കുറേ കൂടെ മെച്ചുറായി. പിന്നെ എൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എവിടെ നിന്ന് ഇത്രയും നല്ല എക്സാമ്പിൾസ് കിട്ടുന്നത്? ആ സമയത്ത് കിട്ടിയ എക്സാമ്പിൾസാണ്. എനിക്ക് ഏറ്റവും നല്ലൊരു ട്രെയിനിങ് പീരീഡായി. പൗലോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് രക്ഷിക്കപ്പെട്ട ശേഷം പൗലോസ് അറേബ്യയിലായിരുന്നു 3 വർഷം. ആ സമയം കൊണ്ടാണ് പൗലോസിനെ കർത്താവ് ശരിക്ക് അങ്ങ് ഉടച്ച് വാർത്ത് നിറച്ചത്. ഇന്ന് ശുശ്രൂഷ തുടങ്ങിയിട്ടില്ല. അപ്പോൾ കർത്താവോട് ഒറ്റയ്ക്കിരുത്തി, വലിയ ബഹളമൊന്നുമില്ല. ഒരു ചർച്ചും ഏൽപ്പിച്ചു, ഒരു ചർച്ച് പ്ലാൻ ചെയ്തു. ഫുൾ ടൈം ഇത് തന്നെ. എനിക്ക് വേറൊരു പരിപാടിയില്ല, എനിക്കങ്ങനെ ഒന്നും വരയ്ക്കാനില്ല. കാരണം നാട്ടിൽ വർക്ക് പറഞ്ഞു. ഫുൾ ടൈം ബൈബിൾ വായിക്കുക. ആഴ്ചയിൽ ഒരു 3-4 മീറ്റിങ്ങൊക്കെ ഉണ്ട്. ഫ്രൈഡേ രാവിലെ ഉണ്ട്, വൈകിട്ടുണ്ട്, പിന്നെ ട്യൂസ്ഡേ ഉണ്ട്, പിന്നെ ഹൗസ് മീറ്റിംഗ് ഇടയ്ക്ക് കാണും, പിന്നെ ഹൗസ് വിസിറ്റ് കാണും. ഫുൾ ഇത് തന്നെ. എന്തൊരു നല്ല ട്രെയിനിങ് ആണ്. അപ്പം ഞാനിവിടെ കിട്ടിയ എനിക്ക് ആ മനോരമയിൽ ഇത് വന്നു, നല്ല ഇഷ്ടംപോലെ വർക്ക് കിട്ടി. അത് കർത്താവിനെ അനുഗ്രഹിച്ച് ഞാൻ ഈ അനുഗ്രഹം വിട്ടുകളയില്ല, കർത്താവിനെ ചെറുതാക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ചിലപ്പോൾ ഇതിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റായിട്ട് മാറായിരുന്നു. മെറ്റീരിയലിൽ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ 5-6 കാർക്കും വിറ്റത്തുണ്ടായിരുന്നേ. പക്ഷേ നമ്മുടെ പ്രയോറിറ്റീസ് എവിടെയാണ്? കർത്താവിനാണോ അതോ കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾക്കാണോ? അപ്പോൾ ചിന്തിക്കുക, നമ്മൾ ഏത് കാറ്റഗറിയിലാണ്? നമ്മൾ മേടിക്കുന്നവരാണോ അതോ കർത്താവിന് വേണ്ടി കൊടുക്കുന്നവരാണോ, ഏൽപ്പിക്കുന്നവരാണോ? നമുക്ക് കർത്താവിൻ്റെ അക്സെപ്റ്റൻസ് മാത്രം മതിയോ? അക്സെപ്റ്റൻസ് കിട്ടിയവർക്കാണെങ്കിൽ എപ്പോഴും സാക്ഷ്യങ്ങൾ പറയാനുള്ളത്, കർത്താവിനെ അത് വന്നു ഇത് വന്നു പറയാം. പക്ഷെ കർത്താവിൻ്റെ അപ്രൂവൽ കിട്ടിയവർ അങ്ങനെയല്ല. അത് അവരെ കർത്താവ് പേഴ്സണലായിട്ട് നല്ലൊരു വിശ്വസനായ ദാസ, ഇതിനെ ഒരു കാര്യം ഏൽപ്പിക്കാൻ കൊള്ളാം, അങ്ങനെ കാര്യങ്ങൾ ഏൽപ്പിക്കും. അപ്പം ഇതിലേത് കാറ്റഗറിയിലാണ്? അപ്പോൾ പലപ്പോഴും നമ്മൾ കർത്താവ് സംസാരിക്കാനോ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനോ നമ്മൾ നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞായിരുന്നു, ഒന്ന് നമ്മൾ സ്റ്റില്ലാകുന്നില്ല, ശാന്തരാകുന്നില്ല. നമുക്ക് തിരക്കാണ്, എപ്പോഴും തിരക്കാണ്. ചിലർ പറയും ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞങ്ങൾ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ നടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇരിക്കുന്നില്ല? കർത്താവിൻ്റെ സന്നിധിയിൽ എന്തുകൊണ്ടാണ് ഇരിക്കാത്തത്? ശാന്തമാകാത്തത്. നമ്മുടെ പ്രയോറിറ്റീസ് മറ്റു പലതും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു എക്സ്ക്യൂസ് എന്ന രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ ശരിക്കും നമ്മുടെ വീട്ടിലോട്ട് നിങ്ങളുടെ വീട്ടിലോട്ട് ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ചേർച്ചിൻ്റെ ഏറ്റവും ടോപ്പ് ഹൗസിൽ ഒരു എൽഡറോ അല്ലെങ്കിൽ ഒരു ബിഷപ്പോ വീട്ടിലോട്ട് വരിക. നേരത്തെ പറഞ്ഞ് ഞങ്ങൾ വരുമെന്ന് പറഞ്ഞ് രാവിലെ 9 മണിയായി വന്നു. നമുക്ക് കുറച്ച് തിരക്കുകളുണ്ട്. അപ്പോൾ ബിഷപ്പിന് നമ്മൾ ലിവിങ് റൂമിൽ ഇരുത്തിയിട്ട് നമ്മൾ പറയും, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടി കിടന്ന് എനിക്ക് പോകുന്നതിന് മുമ്പുള്ള ജോലിയെല്ലാം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ബിഷപ്പേ. പിന്നെ മറ്റേ കാര്യം എങ്ങനെയാണ്, ഭയങ്കര സന്തോഷം. ബിഷപ്പ് പോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ബിഷപ്പ് വന്നേ പിന്നെ ഞങ്ങൾക്ക് എന്തൊരു അനുഗ്രഹം. അതിൻ്റെ ഇടയ്ക്ക് അവിടെ പോകുന്നു, നമ്മൾ പ്രഷർ കുക്കർ ഓൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നു. അതിൻ്റെ ബിഷപ്പേ പിന്നെ അടുത്ത ആഴ്ച നമ്മുടെ മീറ്റിംഗ് നമ്മുടെ വീട്ടിൽ വെച്ചാണ്. അതിൻ്റെ ഇടയ്ക്ക് പോകുന്നു, മിക്സിയിൽ സാധനം ഇടുന്നു, അടിക്കുന്നു. ബിഷപ്പ് ഇരിക്കും, അല്ല ബിഷപ്പ് ഹാപ്പി ആയിരിക്കും. അത്രയും തിരക്കായിട്ട് അവൾ ഓടി കിടന്ന് എന്നോട് സംസാരിച്ചുകൊണ്ടായിരുന്നു ബിഷപ്പ് പറയും.
ബിഷപ്പ് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പറയുന്നത് തന്നെ എനിക്കെന്നറിയോ, കൈകാര്യം എന്നോട് പറയുന്നത്, ഇനി മേലാൽ ഈ വീട്ടിലോട്ട് എന്നെ വിളിച്ചേക്കല്ലേ. അവൾക്ക് എന്നോട് സംസാരിക്കാൻ സമയമില്ല, അവൾക്ക് അവിടെ ജോലിയും അവിടെ പ്രയോറിറ്റീസും. ഞാനെന്താ എന്താ അങ്ങോട്ട് മാർത്ത ഏതല്ലേ ചെയ്തത്? വന്നേക്കുന്നതല്ലേ ജീസസ് ക്രൈസ്റ്റ്. പക്ഷെ മറിയം എന്തായിരുന്നേ? എല്ലാ തിരക്കും അവിടെ നിൽക്കട്ടെ, അതൊക്കെ പിന്നെ ചെയ്യും. കർത്താവിൻ്റെ കാൽക്കലിരുന്നു. ഷി വാസ് സ്റ്റിൽ ആൻഡ് ലിസണിങ്. കാരണം ഈ അവസരം പിന്നെ കിട്ടത്തില്ല. ഒരാളെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ അവരെ ഏറ്റവും അധികം ഹോണർ ചെയ്യാൻ പറ്റുന്നതാണ് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ തന്നെ അവർ സ്വീകരിക്കേണ്ടതെന്നല്ല, അവർ കുടിക്കാനും കൊടുക്കേണ്ട, അല്ലെങ്കിൽ കഴിക്കാനും കൊടുക്കണമെന്നല്ല എൻ്റെ മീനിങ് കേട്ടോ. പല ആൾക്കാരും അങ്ങനെയുണ്ട്. അത് ചെയ്യാനുള്ള മടിക്ക് ഫുൾ ടൈം ഒന്ന് കൂടെ കഴിയും. കാരണം കിച്ചണിൽ പോകാൻ വയ്യ, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാൻ വയ്യ, കിച്ചണൊക്കെ ക്ലോസ് ചെയ്തു, ഇനിയും വയ്യ. അപ്പോൾ പിന്നെ ഗസ്റ്റിന് കൂടെ ഇരുന്നേക്കാം, അവർക്ക് സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, ഈ വരുന്നവർ അത്ര പൊട്ടന്മാരൊന്നുമല്ല കേട്ടോ. ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലാവുമെന്ന് ഓർത്തു. കഥ വന്നിരിക്കട്ടെ.